ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാനൊരു നല്ല വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി. ഇപ്പം മഴ രാവിലെ നല്ല രീതിക്ക് പ്രകൃതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ അത് തന്നെയാണോ കാലാവസ്ഥ? അപ്പം കുക്കിംഗ് വീഡിയോ നല്ല കുക്കിംഗ് വീഡിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് എടുക്കാത്തത്. കാര്യം നമ്മൾ എന്നും വീട്ടിൽ വയ്ക്കുന്ന ചോറും കറിയും മാത്രം കുക്കിംഗ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് കാണുമ്പോഴത്തേക്കൊരു ഇതായിട്ട് തോന്നും. അതിൽ നമ്മുടെ വീട്ടിലെ വിശേഷവും സാധാരണ എല്ലാവരും എടുക്കുന്ന വീഡിയോ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും നമ്മുടെ കുക്കിംഗ് വീഡിയോയും അങ്ങനെയൊക്കെ ഉള്ള. അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ മാത്രം എടുക്കുമ്പോഴത്തേക്ക് അതിനൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണം. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കുക്കിംഗ് വീഡിയോ പിടിക്കാം. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതാക്കുമ്പോൾ നമുക്ക് കുക്കിംഗ് വീഡിയോ മാത്രമായിട്ട് കാണിക്കാം. വീഡിയോ പിടിക്കുന്നതിന് അതിന് എല്ലാവരിലേക്കും എത്തിക്കുന്നതിനൊരു ഒരു ഒരു എന്താണ് അതിനൊരു ഇതുണ്ടല്ലോ. അതിനൊരു ഇതില്ലാതെ നമ്മൾ വീഡിയോ പിടിച്ചിട്ട് വല്ലതും വന്ന് നോക്കുമ്പോഴത്തേക്ക് എന്നും അവരെ വീട്ടിൽ ചോറും കറിയും വയ്ക്കുന്നു, അത് മാത്രമേ ഉള്ളൂ എന്നുള്ളവർ അവർക്കൊരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അങ്ങനെ ചേർത്തുകൊണ്ട് ഇടുമ്പോഴത്തേക്ക് അതിന് വ്യൂസ് വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഒരു ചുറ്റുപാടും അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്നിപ്പം കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇടാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് അടുക്കളയിൽ പ്രത്യേകിച്ച് ഞാനും അണ്ണനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വലിയതായിട്ടുള്ള ഞാൻ മീൻ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് 2 ദിവസത്തേക്കായിട്ടായിരിക്കും നമ്മൾ മീൻ വാങ്ങുന്നത്, കറി വയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അന്നിപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് വീഡിയോ ഇടാൻ കാണത്തില്ല. അപ്പം അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴായിരിക്കും നമുക്ക് ആ കുക്കിംഗ് വീഡിയോ വയ്ക്കാനായിട്ട് ഒരു പ്രത്യേക ഒരിതുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. ഞാൻ നമ്മളെ പുളിഞ്ചി മുറിച്ചൊക്കെ കളഞ്ഞപ്പോൾ അതിൻ്റെ അറ്റം കുറച്ച് മാത്രമേ നിൽക്കുള്ളൂ. അതിൽ നിന്നൊരു 10 പുളിഞ്ചിക്ക എനിക്ക് കിട്ടി. അത് വെച്ച് ഞാനിന്നൊരു അച്ചാറിടുന്നുണ്ട്. അത് ഞാൻ ഇതിൽ കൂടി ഉൾപ്പെടുത്താം. അപ്പം നമ്മുടെ മുകളിൽ 2-3 മൂട് റംബൂട്ടാൻ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു മൂട്ടിൽ നിറച്ച് റംബൂട്ടാൻ പിടിച്ചു നിന്നു. അത് ഒരെണ്ണം പോലും ഇല്ലാതെ അതിൽ നിന്ന് മൊത്തം പൊഴിഞ്ഞു പോയി. അന്നൊക്കെ ഭയങ്കര ചൂട് സമയമായിരുന്നു. അതിൽ നിന്നുള്ള ആ റംബൂട്ടാൻ മൊത്തം പൊഴിഞ്ഞ് ഒരെണ്ണം പോലും ഇല്ലാതെ പോയി. ഇപ്പം ഇപ്പുറത്തോട്ട് ഒരു 2 മൂട് ഞരുന്ന് 2 മൂട് ചെറിയ ഇത് നിൽപ്പുണ്ട്. അതിൽ ഒരു മൂട് കഴിഞ്ഞ പ്രാവശ്യം കാച്ചായിരുന്നു. ആ മൂട്ടിൽ മാത്രം 5-6 കാ നിൽപ്പുണ്ട്. അല്ലാതെ ബാക്കി ആ വലിയ എല്ലാ പ്രാവശ്യവും കായ്ക്കുന്നതിൽ ഇപ്രാവശ്യം നിറച്ച് കാച്ചതെല്ലാം പൊഴിഞ്ഞു പോയി. അപ്പം നമുക്ക് പോയി അത് പഴുത്തോ അതിലൊന്നെങ്കിലും പഴുത്ത് നിൽപ്പുണ്ടോ നമുക്ക് നമ്മുടെ മേലോട്ടൊക്കെ കയറി പോയെന്ന് നോക്കിയിട്ടൊക്കെ വരാം. നമുക്കൊന്ന് പോയാലോ? നമ്മളെ ഫ്രണ്ട് കണ്ടോ? ഫ്രണ്ട് എല്ലാം മുറിച്ച് ഇന്നലെ ഇവിടെ ഇതായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിലെ മരങ്ങളെല്ലാം മുറിച്ചു. അവിടെ ഇനിയിപ്പോൾ ഒരു വീട് വരും. കണ്ടോ? കണ്ടോ? ഇവിടെ എല്ലാം റബ്ബറായിരുന്നു. റബ്ബറും പുളിയും പ്ലാവും എല്ലാം മുറിച്ച് മാറ്റി. കണ്ടോ? നമ്മുടെ ഏത്തക്കൊല കാണുന്നുണ്ടോ? ചില സമയത്ത് സൂം ചെയ്താൽ സൂം ആവില്ല. നമ്മളെ വാഴക്കൊല വരച്ചിരിക്കുന്നുണ്ടോ? ഗ്രാമശ്രീയുടെ വണ്ടി പോകുന്നു. അപ്പുറത്ത് അവർക്കുള്ളൊരു പണി നടക്കുന്നു. അതുകൊണ്ടാണ്
ഈ ഒരു വാഴ കൊലച്ചിരിക്കുകയാണ്. ഇവിടെ കൊലയ്ക്കുന്നുണ്ടോ. അതിൻ്റെ ഇപ്പുറത്തേക്കുന്ന വാഴയും കൊലയ്ക്കാറായിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ അടക്കിയ സ്ഥലമാണിത്. ഇതൊക്കെയാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെയാണ് നമുക്കിനിയിപ്പോൾ നമ്മുടെ ഈ തിട്ട കഴിഞ്ഞ് അടുത്ത പുരയിടം അവിടെയാണ് നമുക്കിനിയിപ്പോൾ ഒരു പുതിയ വീട് വരുന്നത്. അപ്പുറത്ത് ബേക്കിലായി ഒരു വീടിൻ്റെ പണി നടക്കുകയാണ്. അമ്മയുടെ അപ്പച്ചിയുടെ മോള്. അപ്പം നമുക്കിനിയിപ്പം ഈ ലൈൻ കമ്പി ഇനി അടുത്ത് വന്ന് കിടക്കുന്നു. ഇത് കേബിളിൻ്റെയാണ്. പക്ഷേ ഈ ലൈൻ കമ്പി എന്നാലും നമ്മുടെ ഈ ഇതിനി ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ നിലയിൽ സിറ്റ് ഔട്ട്. അപ്പോൾ കറണ്ടില്ലാത്തത് കൊണ്ടാണ് കതവങ്ങ് അടയ്ക്കട്ടെ. കറണ്ട് വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു പടം, നല്ല സൂപ്പർ പടം അല്ലേ, ഇവിടെ ഇരിപ്പുണ്ട്. ബെഡ്റൂമൊന്നും ഞാൻ തുറക്കുന്നില്ല, നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതല്ലേ. നമുക്ക് നമ്മളെ റംബൂട്ടാൻ എന്തായാലും നോക്ക്. മഴ കണ്ടോ. ചെറിയ കളർ വീണ് വരുന്നുണ്ട് കേട്ടോ. പഴുത്തില്ല ഒന്നും, പക്ഷേ കള്ളം അടിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പ്രാവശ്യം ഒന്നും ആയില്ല. പഴുത്ത് ചെറിയ കളറായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നിൽപ്പുണ്ട്, ചെറിയ കളറായി വരുന്നേ ഉള്ളൂ. കണ്ടോ, അതിലവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ചില നിൽപ്പുണ്ട്, പക്ഷേ നിറച്ച് കായ്ക്കുന്ന, നിറച്ച് പൂത്ത് നിന്ന് നമ്മുടെ റംബൂട്ടാൻ നിൽക്കുന്നുണ്ടോ. ഒരു കാവോലും ഇല്ലാതെ നിൽക്കുന്നുണ്ടോ. ഒരു കാവോലും ഇല്ലാതായിപ്പോയി. നമ്മുടെ മുരിങ്ങ പൂത്ത് വയ്ക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒരു അരി കൊണ്ട് നട്ടതാണ്. ഒരരി കൊണ്ട് നട്ട് ഒരു വർഷമായപ്പോഴേ നിറച്ച് കാ പിടിച്ചതാണ്. പക്ഷേ പിന്നെ അതെങ്ങനെയോ എൻ്റെ മൂട് വെച്ച് ഒടിഞ്ഞു. ഇപ്പോൾ അതാ വീണ്ടും ഒരേ പ്രാവശ്യം ഇങ്ങനെ കിളുത്ത് വന്ന്. അപ്പോൾ ഈ കമ്പ് ഇഞ്ഞ് തന്നെ ആയതുകൊണ്ട് അതിലിതാ പൂ നിൽക്കുന്നുണ്ട്. മുരിങ്ങയെന്ന് പറഞ്ഞാൽ എന്ത് ഗുണമുള്ള സാധനമാണ് കേട്ടോ. ഇതിലൊന്നും ഈ റംബൂട്ടാനിലൊന്നുമില്ല. ഇത് ഈ ഒരു റംബൂട്ടാനിൽ, ആ ചെറിയ ഒരു മൂട് റംബൂട്ടാനിൽ മാത്രമേ കായുള്ളൂ. വേണ്ട അങ്ങ് നിൽക്കുന്നതിൽ ഒന്നുമില്ല കണ്ടോ. വെയിലായതുകൊണ്ട് കാണാൻ പാടാണ്. ചാക്കിട്ടിട്ടുണ്ട്. മൂന്ന് ചെറിയ കളറടിച്ച. ഇതാണ് ഒറിജിനൽ വരിക്ക റംബൂട്ടാൻ. മറ്റേ റംബൂട്ടാനേക്കാളും ഇത് ഒറിജിനൽ വരിക്കയാണ്. അതവിടേക്കട്ടെ. തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ശബ്ദവും. പ്രസ് ചെയ്തേക്കും. ടി വി ഇവിടെ ഇരിപ്പുണ്ട്.
സൂപ്പറാണ് കേട്ടോ. ലൈറ്റ് അങ്ങനെ കത്തിക്കാറില്ല. കാര്യം മുകളിലോട്ട് കയറി വരേണ്ട, നമ്മളിങ്ങനെ തൂക്കാൻ കയറി വരുന്ന ആഴ്ച ഒരു ദിവസം അങ്ങനെ വരും, അല്ലാതെ തൂക്കാൻ കയറി വരും. കേട്ടോ, ഈ ചെടിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇതിഞ്ഞ് അകത്ത് വയ്ക്കേണ്ട ചെടിയല്ല. നമ്മൾ എത്ര വെളിയിൽ വെച്ച് നല്ല ഇതിൽ വന്നിട്ട് വീണ്ടും വെളിയിൽ കൊണ്ടുവച്ച് നല്ല ഇതായിട്ട് വന്നിട്ട് അകത്ത് കൊണ്ടുപോയിക്കുമ്പോൾ വീണ്ടും പാടിപ്പോകുന്നത്. നല്ല വെയിൽ കൊണ്ട് ഇരിക്കേണ്ട ചെടിയാണ്. ഈ ചെടിയും നല്ല രീതിക്ക് വളർന്ന് ഇതെല്ലാം പുതിയ കമ്പം വന്നതാണ്. അതെല്ലാം പുതിയ കമ്പം വന്നതാണ്. ഇതും നല്ല രീതിക്ക് ഇത് നല്ല പൊക്കത്തിനായി ഉണ്ടോ. അതുപോലെ തന്നെ ഇതും വെളിയിൽ കൊണ്ടുവച്ച് നല്ലപോലെ വളർന്നു വരുമ്പം നമ്മളിനി അകത്തെടുത്തുകൊണ്ട് വെച്ചാൽ അത് വീണ്ടും ഒരു ചെറിയ വളരുമില്ല. ഇതെല്ലാം വെളിയിലിരുന്ന് വെയിൽ കൊള്ളേണ്ട ചെടികളാണ്. അതാണ് കാര്യം. ഇതാണ് നമ്മുടെ സൂപ്പർ വരിക്ക. ചെറിയ കളർ വീണത് 2-3 പറിച്ചുകൊണ്ട് വന്നതാണ്. ഞാൻ ഒരെണ്ണം കാണിച്ചിട്ട് വയ്ക്കുമ്പോൾ വീഡിയോ ഓണാക്കിയിട്ടില്ല. കണ്ടോ, ഇത് ഇളവിഞ്ഞ് വരും. കണ്ടോ, അരിന്ന് ഇളവിഞ്ഞ് വരും. എന്താ താഴെ വന്നപ്പോൾ കറണ്ട് വന്നു. കണ്ടോ, അരിയിൽ നിന്ന് ഇളവി വരെയാണ്. സൂപ്പറാണ് കേട്ടോ. കണ്ടോ, അരി അതിൽ നിന്ന് വിട്ടിഞ്ഞ് വരും. മറ്റേത് അങ്ങനെയല്ല, അരിയെ നമ്മൾ കാന്ന് തിന്നണം. പക്ഷെ ഇതങ്ങനെയല്ല. ഉണ്ടോ, സൂപ്പർ. അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ. മറ്റേ റംബൂട്ടാനിൽ ഇഷ്ടം പോലെ പൂത്ത് പിഞ്ചു പിടിച്ച് പോണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പോയി. നല്ല ഇതാണ്. എന്നേ റംബൂട്ടാൻ്റെ സീസണായ എല്ലാവർക്കും റംബൂട്ടാൻ പറിച്ചു തുടങ്ങി. ഇനി മോക്ക് നാളെ ഒരു ടെസ്റ്റാണ്. 7:15 മണിക്ക് കൊട്ടാരക്കര അല്ല, എവിടെ വെച്ചെണ്ണ ഉള്ള ടെസ്റ്റ്? മാളുവിൻ്റെ പൂയപ്പള്ളിയാ, അങ്ങോട്ട് ആ സൈഡിനാണ്. 7:15 മണിക്ക് പിന്നെ അവൾക്ക് ഹാളിൽ കയറണം. അപ്പം 4:45 മണിക്കങ്ങണ്ട കാഞ്ഞിരത്തമ്മോട്ടുന്നൊരു ബസ്സുണ്ട്, അതിൽ പോകണം. അങ്ങനെ ഇവിടെ നിന്ന് വന്നാൽ ഒരു മിനിറ്റ് നിൽക്കാൻ സമയമില്ല. പഠിക്കണം. രാവിലെ ഇവിടെ ഒന്നൊന്നാൾ കാണിച്ചിട്ട് പോയി. ഭഗവാൻ എങ്ങനെയെങ്കിലും അതിനും കൂടെ പഠിച്ചൊരു ജോലി കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ഇപ്പോൾ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. കൊച്ചിനെ വിട്ടിട്ട് ഇവിടം വരെ ഒന്നാൾ കാണിച്ചിട്ട് പോയി. ദൈവമേ ഭഗവാനെ അതിനും കൂടെ ഒരു പണി കിട്ടണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ പുളിഞ്ചിയിൽ നിന്ന് പറിച്ച പുളിഞ്ചിക്കയാണ് ഞാൻ അരിഞ്ഞ് ഉപ്പും കായപ്പൊടി ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുളിഞ്ചിക്ക അച്ചാറിട്ടാലോ. നമ്മുടെ പുളിഞ്ചിയെല്ലാം മുറിച്ചൊക്കെ കളഞ്ഞു. എന്നാലും 5-6 പുളിഞ്ചിക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു പുളിഞ്ചിക്ക അച്ചാർ, നമ്മൾ വേറെ അച്ചാറൊന്നും ഇട്ടില്ലെങ്കിലും എനിക്ക് പുളിഞ്ചിക്ക അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് ഉണക്കിയെടുക്കാനും എല്ലാം കിട്ടി. പക്ഷേ ഇപ്പം നല്ലെണ്ണയിലല്ല, ഞാനിത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതേ നല്ലെണ്ണ ഇരിക്കൂല. നല്ലെണ്ണ ഉണ്ടായിരുന്നത് ഞാനെടുത്ത് വിളക്കിനെടുത്തായിരുന്നു. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു.
അതിലേക്ക് കടുക് ഇട്ടു. വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി അരിഞ്ഞത്. വെളുത്തുള്ളി വലിയ ഇതാകുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അതൊക്കെ വെച്ച് ചെറുതാക്കി പിച്ചാക്കി വെച്ചൊന്ന് ചെറുതാക്കി എടുക്കുന്നത് നന്നായിരിക്കും. പുളിഞ്ചിക്കായ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് ഇവിടെ നമ്മളെ ഇതിൽ പുളിഞ്ചിക്കായ നിൽക്കുമ്പോഴത്തേക്ക് കൊളസ്ട്രോളൊക്കെ തന്നെ നല്ലതാണെന്ന് പറഞ്ഞ് ഇവിടെ പണിക്ക് വരുന്നവർ പറിച്ച് തിന്നുമായിരുന്നു. അപ്പം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചുമന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി പിരിയം മുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിടാം, മറ്റ് സാധാ മുളക് പൊടിയാണെങ്കിൽ അതിടാം. പിരിയം മുളകിൻ്റെ പൊടി ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കളർ കൂടി കിട്ടും. ഇപ്പോൾ എൻ്റെ പിരിയം മുളകിൻ്റെ പൊടി ഇരിപ്പില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നത് സാധാ മുളക് പൊടിയാണ്. അതിട്ട് നമുക്കൊന്ന് ആ എണ്ണയിലൊന്ന് ആക്കാം. എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് പോകാനായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ അച്ചാറിടുന്നു എന്ന് വിചാരിച്ചതല്ല, അതുകൊണ്ട് ഇനി ഇതിൽ ഉപ്പും ഇതൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൽ ഊറി നിൽക്കുന്ന ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ അതിലേക്ക് അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. അതുകൂടി ഒന്നങ്ങ് തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് പ്രധാനമായിട്ട് ചേർക്കാനുള്ളത് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഞാൻ കുറച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കായപ്പൊടി കുറച്ചുകൂടി വേണമെങ്കിൽ കായപ്പൊടിയും നമുക്കതിലേക്ക് കുറച്ച് ചേർക്കാം. ഞാൻ കുറച്ച് അരി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നതിന് വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. ഞാൻ വലിയ പീസായിട്ടല്ല, ഞാൻ ചെറിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ഏത് രീതിക്ക് വേണമെങ്കിലും അച്ചാറിന് നമുക്ക് അരിയാം. നീളത്തിന് വേണമെങ്കിൽ നീളത്തിന് അരിയാം, വട്ടത്തിന് വേണമെങ്കിൽ വട്ടത്തിന് അരിയാം. ഇനി എൻ്റെ മൂട്ടിൽ കുറച്ച് കുഞ്ഞൊക്കെ ഇത്തിരി ഒന്ന് പൂ പിടിച്ച് നിൽപ്പുണ്ട്. അത് വെയിൽ സമയം, മഴ സമയമാണ്, നമുക്ക് ഉണക്കാനൊന്നും പറ്റുന്ന സമയമില്ല. അതുപോലെ ഇത്രയും ഇപ്പോഴുള്ളായിരുന്നു. ഇതൊന്നും ഉണക്കിയാൽ ഒട്ടും കിട്ടില്ല. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക അച്ചാറിൻ്റെ ഒരിത് ഇത്രയേ ഉള്ളൂ. ഇത് നല്ല സൂപ്പർ പുളിഞ്ചിക്ക അച്ചാറാണ് കേട്ടോ. ഉപ്പ് ഞാൻ നോക്കി, ഉപ്പ് നല്ല പാകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ അച്ചാർ ഞാൻ ഓഫ് ചെയ്യുകയാണ്. എൻ്റെ അച്ചാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ എനിക്ക് ഈ വർഷം ഓണമില്ല, നിങ്ങൾക്കൊക്കെ ഓണം വരികയല്ലേ. അപ്പം നിങ്ങൾ ഒരച്ചാർ ഇത് തന്നെ ഉണ്ടാക്കൂ. അപ്പം എൻ്റെ പുളിഞ്ചിക്ക അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ എൻ്റെ റംബൂട്ടാൻ്റെ വിശേഷമൊക്കെ ഞാനിത് ചേർത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ട് ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. ടാറ്റാ, ബൈ.